കഥ മനസ്സു പറഞ്ഞത്. രചന ശ്രീ തോമസ് കാവാലം. ശബ്ദം നൽകിയത് ശ്രീമതി ഷീല മോഹൻ. എന്നത്തെയും പോലെ പ്രഭാതം അന്നും പ്രകാശമാനമായിരുന്നു. മാനത്ത് നേരിയ കാർമേഘങ്ങൾ അങ്ങിങ്ങായി ഉണ്ടായിരുന്നെങ്കിലും മഴയുടെ ഒരു ലക്ഷണവും ഉണ്ടായിരുന്നില്ല. ചുട്ടുപൊള്ളുന്ന വെയിലിൽ മുറ്റത്തെ ബൊഗൈൻ വില്ലയിലെ ചുവന്ന പൂക്കൾ ഗേറ്റിനൊരു മനോഹരമായ വിധാനമായി നിലനിന്നിരുന്നു. അകത്ത് അടുക്കളയിൽ പ്രഭാത ഭക്ഷണം തയ്യാറാക്കിയായിരുന്നു സുലേഖ. അവർ പുറത്തേക്ക് വന്നപ്പോൾ മകൾ സുരേഖ അവരുടെ അടുത്തേക്ക് ചെന്നിട്ട് പറഞ്ഞു, അമ്മേ, നമുക്ക് ഈ വിവാഹം വേണ്ട. ഏത് വിവാഹം? ആശ്ചര്യത്തോടെ അമ്മ ചോദിച്ചു. ആ കോട്ടയംകാരൻ സുരേഷുമായിട്ടുള്ളത് 2ാം കെട്ട്. അല്പ നീരസത്തോടെ അവൾ പറഞ്ഞു. 1 മാസം കഴിഞ്ഞ് നടക്കേണ്ട വിവാഹമാണ് അമ്മ ഉറപ്പിച്ചത്. അതാണ് മകൾ വേണ്ടെന്ന് പറയുന്നത്. അവളുടെ എടുത്തടിച്ചതുപോലെയുള്ള സംസാരം കേട്ട് സുലേഖ ഒന്ന് ഞെട്ടി. അതെന്താ നിനക്കിപ്പോൾ അങ്ങനെ തോന്നാൻ കാരണം? നീയും കൂടി സമ്മതിച്ചിട്ടല്ലേ ഞാനത് ഉറപ്പിച്ചത്? സുലേഖയുടെ ഒരേ ഒരു മകളായിരുന്നു സുരേഖ. ഭർത്താവ് 10 വർഷം മുൻപ് ക്യാൻസർ വന്നു മരിച്ചു. അതിനുശേഷം അവളെ വളർത്തിയതും പഠിപ്പിച്ചതും എല്ലാം സുരേഖയായിരുന്നു. ഇന്നവൾ ഒരു ഡോക്ടർ ആണെങ്കിൽ അതിൻ്റെ എല്ലാ ക്രെഡിറ്റ് ആ അമ്മയ്ക്ക് മാത്രമാണ്. പക്ഷെ എൻ്റെ മനസ്സ് പറയുന്നു ഇത് ശരിയല്ലെന്ന്. എങ്കിൽ നിനക്ക് നേരത്തെ പറഞ്ഞുകൂടായിരുന്നോ? അമ്മ രോഷം കൊണ്ടു. അതെങ്ങനെ പറയാനാ? ഇപ്പോഴല്ലേ എൻ്റെ മനസ്സ് പറയുന്നത് ഇത് വേണ്ടെന്ന്. അവൾ കാര്യത്തിന്റെ ഗൗരവം അമ്മയെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു. നിന്റെ മനസ്സ് അങ്ങനെ പലതും പറയും. അതൊന്നും കേൾക്കേണ്ട ആവശ്യമില്ല. പ്രായോഗികമായി ചിന്തിക്കണം. നടക്കേണ്ട കാര്യങ്ങൾ നടക്കേണ്ട സമയത്ത് നടക്കേണ്ടതുപോലെ നടക്കണം. ജീവിതത്തിന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ സുലേഖ പറഞ്ഞു. അമ്മേ, ഇത് പഴയ കാലമല്ല. പുതിയ പുതിയ രോഗങ്ങളാണ് ലോകത്തെല്ലാം ഉണ്ടാകുന്നത്. ഒരു ഡോക്ടർ രോഗിയോട് സംസാരിക്കുന്നത് പോലെ അവൾ അമ്മയ്ക്ക് പറഞ്ഞു കൊടുത്തു. അതിനെന്താ, കെട്ടാൻ പോകുന്ന ചെറുക്കന്റെ രോഗം പരിശോധിച്ച് കെട്ടാൻ ഒക്കുമോ? അമ്മ ഒരു സ്വാഭാവിക സംശയം പോലെ ചോദിച്ചു. കെട്ടാൻ പറ്റണം. ഇത് 2ാം വിവാഹമാണ്. അയാളുടെയും എന്റെയും ശാരീരിക ബന്ധത്തിലൂടെ പകരുന്ന പല രോഗങ്ങളും ഉണ്ട് ഇന്ന് ലോകത്ത്. അമ്മയോട് അതൊന്നും പറഞ്ഞാൽ അമ്മയ്ക്ക് മനസ്സിലാകില്ല. അത് പറഞ്ഞിട്ട് അവൾ അമ്മയുടെ ചെവിയിൽ പുതിയ തരം രോഗങ്ങളെ കുറിച്ചുള്ള ഒരു ചെറിയ വിവരണം നൽകി. ഒരു ഡോക്ടർ ഇറങ്ങിയിരിക്കുന്നു. ഇങ്ങനെ വല്ലതും ജീവിക്കാൻ ഒക്കുമോ? നീ 2ാം കെട്ടാണെന്ന കാര്യം മറന്നുപോയി. അതുകൊണ്ടാണമ്മേ ഞാൻ പറഞ്ഞത് പല ടെസ്റ്റുകൾ നടത്തണമെന്ന്. ഞാനും ആ ടെസ്റ്റുകൾ നടത്തും. അവളുടെ വാക്കുകൾ കേട്ടപ്പോൾ അമ്മ അവളെ പരിഹസിച്ചു. അമ്മയ്ക്ക് അത്രയേ ലോകപരിചയം ഉണ്ടായിരുന്നുള്ളൂ, വിദ്യാഭ്യാസവും. ഏതായാലും തീരുമാനിച്ചത് തീരുമാനിച്ചു. അമ്മ ശാഠ്യം പിടിച്ചു. സുരേഖയുടെ മുഖം വാടി. അമ്മയുടെ വാക്കുകൾ അവളെ വേദനിപ്പിച്ചു. അവൾ അന്ന് ജോലിക്ക് പോയി. പക്ഷെ പിറ്റേന്നു അവൾ ആ വാക്കുകൾ ആവർത്തിച്ചു. എന്തോ അവളുടെ മനസ്സ് അയാളുടെ വിവാഹത്തെ എതിർത്തിരുന്നു. സുരേഷിനെ കണ്ട നിമിഷം മുതൽ അയാളൊത്തുള്ള വിവാഹം അവളുടെ മനസ്സ് സ്വീകരിച്ചില്ല. പിന്നീട് അമ്മ വഴങ്ങി. ആ വിവാഹം നടന്നില്ല. പക്ഷെ മറ്റൊരു വിവാഹം നടന്നു. അവളുടെ സഹപാഠിയായിരുന്ന ദേവനുമൊത്തുള്ള വിവാഹം. ദേവന്റെ ആദ്യത്തെ വിവാഹമായിരുന്നു. സുരേഖയുടെ ഭർത്താവ് വണ്ടി അപകടത്തിൽ മരിച്ച കാര്യം അയാൾ അറിഞ്ഞിരുന്നു. വലിയ ആർഭാടമൊന്നുമില്ലായിരുന്നെങ്കിലും അടുത്തുള്ള ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും ഒക്കെ വിളിച്ചായിരുന്നു വിവാഹം. കുറെ കാലങ്ങൾക്ക് ശേഷം അന്നൊരു ദിവസം പതിവ് പോലെ ആശുപത്രിയിൽ രോഗികളെ പരിശോധിച്ച കൂട്ടത്തിൽ ഒരു സ്ത്രീ അവളുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഏകദേശം സുരേഖയുടെ തന്നെ പ്രായം വരും. അപ്പോൾ അവർ പറഞ്ഞ കഥ അവളെ ഞെട്ടിച്ചു. ജീവിതത്തിൽ അവൾ കേട്ട ആ അനുഭവം ഏതൊരു സ്ത്രീക്കും മറക്കാവുന്നതിലും അധികമായിരുന്നു. അവൾ ആശ്ചര്യത്തോടും ജിജ്ഞാസയോടും എന്നാൽ അല്പം പരിഭ്രമത്തോടും കൂടി അവളോട് സംസാരിച്ചു. ശ്രുതി സുരേഷ്, വിധവ, 38 വയസ്സ്. ഇമ്മ്യൂണിറ്റി ഇല്ലായ്മയായിരുന്നു അവരുടെ പ്രധാന പ്രശ്നമായി അവർ പറഞ്ഞത്. എന്നും ജലദോഷവും മറ്റ് രോഗങ്ങളും. ശരീരം അസാധാരണമായി മെലിഞ്ഞുകൊണ്ടിരുന്നു. വല്ലാത്ത ക്ഷീണം. ഒരു സാധാരണ ചെക്കപ്പ് എന്ന നിലയ്ക്ക് രക്തപരിശോധന ചെയ്തപ്പോൾ അവർ ഞെട്ടി. അതെങ്ങനെ അവതരിപ്പിക്കണമെന്ന് ഡോക്ടർ സുരേഖ വളരെ ആലോചിച്ചു. എന്നിട്ട് ചോദിച്ചു, എത്ര നാളായി വിവാഹം കഴിഞ്ഞിട്ട്? 10 വർഷത്തോളമായി. ഒരു നിർവികാരതയോട് അവർ പറഞ്ഞു. നിങ്ങൾ മറ്റേതെങ്കിലും പുരുഷന്മാരുമായി ശാരീരികമായി ബന്ധപ്പെട്ടിട്ടുണ്ടോ? ഇല്ല ഡോക്ടർ, ഒരിക്കലുമില്ല. ചോദിക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നും തോന്നരുത്. നിങ്ങളുടെ ആദ്യ വിവാഹമായിരുന്നോ ഇത്? അതെ ഡോക്ടർ, എൻ്റെ ആദ്യ വിവാഹമായിരുന്നു. 26ാമത്തെ വയസ്സിൽ. ഭർത്താവിന്റെ പേര് എന്താണെന്നാ പറഞ്ഞത്? സുരേഷ്.
അദ്ദേഹത്തിന്റെ ആദ്യ വിവാഹമായിരുന്നു നിങ്ങളുമായി? അല്ല ഡോക്ടർ, അദ്ദേഹം അതിനു മുൻപേ മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിച്ചിരുന്നു. ആ വിവാഹ ബന്ധം 1 വർഷം മാത്രമേ നീണ്ടു നിന്നുള്ളൂ. അവർക്കെന്തോ ഗൗരവമുള്ള അസുഖമായിരുന്നു. പെട്ടെന്ന് അവർ മരിച്ചു. ആ ബന്ധത്തിലും അയാൾക്ക് കുട്ടികളില്ലായിരുന്നു. വിവാഹം കഴിഞ്ഞ് 1 വർഷത്തിനുള്ളിൽ പെട്ടെന്നൊരു ദിവസം അവൾ മരിക്കുകയായിരുന്നു. ഹൃദയസ്തംഭനാണെന്നാണ് അന്ന് ഡോക്ടർ പറഞ്ഞത്. ഈ സുരേഷ് എവിടത്തുകാരനായിരുന്നു? എവിടെയാണ് നിങ്ങളുടെ സ്വന്തം സ്ഥലം? തിരുവാർപ്പ്. കോട്ടയത്തിലടുത്ത് തിരുവാർപ്പുകാരനായിരുന്നു സുരേഷും. ഞങ്ങൾ അടുത്തടുത്തുള്ള സ്ഥലത്ത് നിന്നാണ്. തിരുവാർപ്പുകാരൻ സുരേഷ് എന്ന് കേട്ടപ്പോൾ സുരേഖ നെഞ്ചത്ത് കൈവച്ചു. പക്ഷെ ആ ഭാവ വ്യത്യാസവും മുഖത്ത് വരുത്താതിരിക്കാൻ സുരേഖ വളരെ ശ്രമിച്ചു. അദ്ദേഹത്തിന്റെ ഫോട്ടോ കയ്യിലുണ്ടോ? എനിക്കൊരു സുരേഷിനെ അറിയാമായിരുന്നു. എന്റെ ഒരു പേഷ്യന്റ് ആ ആള് തന്നെയാണോ എന്നറിയാനാണ്. സംശയത്തിനിടം കൊടുക്കാതെ ഡോക്ടർ ശ്രുതിയോട് പറഞ്ഞു. എന്നിട്ട് തുടർന്നു. സോറി ടു ടെൽ യു ശ്രുതി, നിങ്ങളുടെ രക്തപരിശോധനയിൽ നിങ്ങൾക്ക് HIV പോസിറ്റീവ് ആണെന്ന് കണ്ടിരിക്കുന്നു. ഡോണ്ട് ബി ടെൻസ്ഡ്. ആധുനിക വൈദ്യശാസ്ത്രത്തിൽ എല്ലാത്തിനും മരുന്നുണ്ട്. പക്ഷെ സൗഖ്യം ദൈവത്തിന്റെ കയ്യിലാണ്. ശ്രുതി അതറിഞ്ഞപ്പോൾ ആകെ തകർന്നുപോയി. സുരേഖ അവളെ സമാധാനിപ്പിച്ചു. നിങ്ങൾ പറഞ്ഞ ഉത്തരങ്ങളിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണ്. നിങ്ങളുടെ ഭർത്താവ് ബന്ധപ്പെട്ട ഏതോ സ്ത്രീകളിൽ നിന്നും ഉണ്ടായതാണ് ഈ രോഗം. അദ്ദേഹം വിവാഹം കഴിച്ച ആദ്യ സ്ത്രീയിൽ നിന്നും അദ്ദേഹത്തിന് കിട്ടിയ രോഗമാണെന്ന് വിശ്വസിക്കുകയായിരിക്കും ഉചിതം. അപ്പോൾ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്നതിൽ കാര്യമില്ലെന്ന് മനസ്സിലായില്ലേ? പിന്നീട് അയാളുടെ മെഡിക്കൽ റിപ്പോർട്ട് അവർ എടുത്തുകൊണ്ട് വന്നപ്പോഴാണ് മനസ്സിലാകുന്നത് അയാൾ ഒരു HIV പേഷ്യന്റ് ആയിരുന്നു എന്ന വിവരം. ഒരുപക്ഷെ നിങ്ങളെ വിവാഹം കഴിച്ച ശേഷമായിരിക്കും അദ്ദേഹം ഇക്കാര്യം അറിഞ്ഞത്. ഇനിയിപ്പോൾ ഒന്നേ ചെയ്യാനുള്ളൂ, ചികിത്സ തുടങ്ങുക. അപ്പോൾ ഡോക്ടർ, ഞാനിനി അധികകാലം ജീവിച്ചിരിക്കില്ല അല്ലേ? നോക്കൂ സുരേഖ, ജീവനും ആയുസ്സും തരുന്നതും എടുക്കുന്നതും ഡോക്ടർമാരല്ല, ഈ ഭൂമിയിലുള്ള ആരുമല്ല, ദൈവമാണ്. പിന്നീടുള്ള സുരേഖയുടെ ജീവിതം ഒരു ജയിൽ ജീവിതമായിരുന്നു. ഏകാന്തമായി വീടിനകത്ത് ഒതുങ്ങിക്കൂടി. മറ്റുള്ളവരെ നേരിടുന്നതിനും അവരോട് സംസാരിക്കുന്നതിനും അവൾക്ക് വിമുഖത നേരിട്ടു. ശ്രുതി അവളുടെ ജീവിതകഥ വിവരിക്കുമ്പോൾ സുരേഖയ്ക്ക് വളരെ ആകാംക്ഷയോടെ അത് കേട്ടിരിക്കാനേ കഴിഞ്ഞുള്ളൂ. ശ്രുതി ഒരു സിവിൽ എഞ്ചിനീയർ ആയിരുന്നു. അവൾക്ക് 25 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് സുരേഷ് എന്ന ചെറുപ്പക്കാരനുമായുള്ള ആ വിവാഹം നടന്നത്. വിവാഹം കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞപ്പോൾ അവൾ ഭർത്താവിനോട് പറഞ്ഞു, നമുക്കൊരു കുഞ്ഞു വേണ്ടേ? കുഞ്ഞോ? ഹാ, നമുക്കൊരു കുഞ്ഞു വേണം. പക്ഷെ ഇപ്പോൾ വേണോ ശ്രുതി? സുരേഷിന്റെ മറുപടി കേട്ട് ശ്രുതിക്ക് അതിശയം തോന്നി. കാരണം അയാളുടെ വിവാഹം വളരെ വൈകിയാണ് നടന്നത്. ഹെവി ലൈസൻസ് ഉള്ള ഒരു ട്രക്ക് ഡ്രൈവർ ആയിരുന്നു അയാൾ. ലോക രാജ്യങ്ങളെല്ലാം ചുറ്റിക്കറങ്ങി നടന്ന് കണ്ട ശേഷം സ്വന്തം സ്ഥലത്ത് തിരിച്ചു വന്നപ്പോൾ വളരെ വൈകിയിരുന്നു. ഇനി എന്തിന് താമസിക്കണം ചേട്ടാ? ചേട്ടന് വയസ്സ് 35 ആയില്ലേ? ആ വയസ്സിലൊക്കെ എന്ത് കാര്യം? സുരേഷ് അക്കാര്യം വളരെ ലാഘവത്തോട് പറഞ്ഞു തള്ളി. അന്നൊരു ദിവസം ഡ്യൂട്ടിയിൽ നിൽക്കുമ്പോഴാണ് ആ കോൾ വന്നത്. ആശുപത്രിയുടെ കാഷ്വാലിറ്റിയിൽ സുരേഷ് അഡ്മിറ്റ് ആയിരിക്കുന്നു. അവൾ ഓടി ചെന്നപ്പോഴേക്കും മരണം സംഭവിച്ചു കഴിഞ്ഞിരുന്നു. ആ വിവരം കേട്ടവൾ ഞെട്ടിപ്പോയി. ഹൃദയസ്തംഭനം മൂലം അവളുടെ സുരേഷ് മരിച്ചിരുന്നു. 1 വർഷത്തെ ദാമ്പത്യ ജീവിതം, പിന്നെ വൈദവ്യം, വിധിയുടെ ക്രൂരത, അല്ലാതെ എന്തു പറയാൻ? അവളുടെ മനസ്സ് മന്ത്രിച്ചു. സുരേഖ ഇങ്ങനെ ആത്മഹത്യ ചെയ്തു. ഇന്ന് അമ്മ ജീവിച്ചിരുന്നെങ്കിൽ അമ്മയോട് ചോദിക്കാമായിരുന്നു. അന്ന് വേണ്ടെന്ന് പറഞ്ഞ വിവാഹം അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങി നടന്നിരുന്നെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി? പാവം അമ്മ. ലോകത്തിന്റെ ഗതിവിഗതികൾ ഒന്നും അറിയാതിരുന്ന നിഷ്കളങ്കമായ മാതൃത്വം. ശ്രുതി ആശുപത്രിയെ വിട്ടു പോകുന്നവരെ ദുഃഖത്തോടെ കൂടി സുരേഖ ഗേറ്റ് വരെ അവരെ അനുഗമിച്ചു. ആകാശവും മേഘാവൃതമായിരുന്നു. പ്രകൃതി ഒരു മഴയ്ക്ക് കോപ്പ് കൂട്ടുന്നത് പോലെ അവൾക്ക് തോന്നി. ശ്രുതിയുടെ നിസ്സഹായ അവസ്ഥയിൽ അവൾക്ക് സഹതാപം തോന്നിയെങ്കിലും ആ സ്ഥിതി തനിക്ക് വരുത്തായിരുന്ന ദൈവത്തിന് അവൾ നന്ദി പറഞ്ഞു.